പുതിയ സമരമുഖം തുറന്ന് ആശമാർ. രാപ്പകൽ സമരയാത്ര മെയ് 5 രാവിലെ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ അടുത്ത ഘട്ടമായി ആശമാരുടെ രാപ്പകൽ സമരയാത്ര മെയ് 5 രാവിലെ 10 മണിക്ക് കാസർഗോഡ് നിന്നും ആരംഭിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 83 ദിവസങ്ങളിലായി നടത്തിവരുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരമാണ് സമരയാത്രയിലേക്ക് കടന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 45 ദിവസം നീണ്ടു നിൽക്കുന്ന സമരയാത്രയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നത്. രാപ്പകൽ സമരത്തിന്റെ 85-ാം ദിനത്തിൽ കാസർഗോഡ് ടൗണിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നൂറുകണക്കിന് ആശമാരും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും. സമരയാത്രയുടെ കൂടെ കലാസംഘവും അണിചേരും. 1-ാം ദിനം ബദിയടുക്ക, കുറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് 5 മണിക്ക് കാഞ്ഞങ്ങാട് സമാപിക്കും. മെയ് 6-ന് 2-ാം ദിനം സമരയാത്ര 9:30-ന് പരപ്പയിൽ നിന്ന് ആരംഭിച്ച് നീലേശ്വരം, ചെറുവത്തൂർ എന്നിവിടങ്ങളിലൂടെ പര്യടനം നടത്തും. വൈകിട്ട് 5-ന് തൃക്കരിപ്പൂരിൽ സമാപന സമ്മേളനം നടക്കും. തുടർന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ആശമാരെ ഒപ്പം നിർത്താനുള്ള 18 പയറ്റുകയാണ് കോൺഗ്രസ്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ക്യാബിനറ്റിന്റെ ആദ്യ തീരുമാനം ആശമാരുടെ ഓണറേറിയം വർധനയായിരിക്കുമെന്ന് കൺവീനർ MM ഹസൻ പറഞ്ഞു. വെള്ളിയാഴ്ച നടന്ന UDFന്റെ സംസ്ഥാന ഏകോപന സമിതി യോഗത്തിലെടുത്ത തീരുമാനം സമരവേദിയിലെത്തിയാണ് അദ്ദേഹം അറിയിച്ചത്. കോൺഗ്രസിന്റെയും മുന്നണിയുടെയും നിർദ്ദേശപ്രകാരം UDF പഞ്ചായത്തുകൾ ഓണറേറിയം വർധനവ് നടത്തിയിട്ടുണ്ട്. അവശേഷിക്കുന്ന ബാക്കി എല്ലാ പഞ്ചായത്തുകളോടും വർധനവ് നടത്താൻ കർശന നിർദ്ദേശം നൽകി. എന്നാൽ ഇപ്പോൾ ജില്ലാ ആസൂത്രണ കമ്മിറ്റികൾ ഇതിന് തടസ്സം പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ UDFന് സ്വാധീനമുള്ള കൂടുതൽ പഞ്ചായത്തുകളിൽ നിന്ന് ഇങ്ങനെയുള്ള നിർദ്ദേശം വരുമെന്ന് അവർ ഭയക്കുകയാണ്. എന്നാലും UDFന് സ്വാധീനമുള്ള 3 ആസൂത്രണ കമ്മിറ്റികളിൽ അത് നടപ്പിലാക്കപ്പെടും. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അതിലപ്പുറം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുവാനാണ് നീക്കം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലും മഴയും കൊണ്ട് സമരം നടത്തുന്ന ആശമാരെ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിന്റെ പൊതുസമൂഹവും അനാഥരാക്കുകയില്ല. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനും ഇടത് സഹയാത്രികനുമായ K സച്ചിദാനന്ദനും സാഹിത്യകാരി സാറാ ജോസഫും അടക്കമുള്ളവർ സർക്കാരിന്റെ ഈ മനോഭാവം പ്രതിഷേധാർഹമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ ഈ സമരത്തിൽ നിന്നും പിൻവാങ്ങിയില്ലെന്ന ആശമാരുടെ നിശ്ചയദാർഢ്യത്തെയും ഉറച്ച നിലപാടിനെയും അഭിവാദ്യം ചെയ്യുന്നുവെന്നും അവസാനം വരെ സമരത്തിന് UDF പൂർണ്ണ പിന്തുണ നൽകുമെന്നും MM ഹസൻ പറഞ്ഞു.